അതെ, അവൾ തന്നെ, ആ പുളിങ്കൊമ്പ്. ഫോട്ടോയിൽ കണ്ടതിനേക്കാൾ എത്ര സുന്ദരിയായിരിക്കും. ഒന്ന് ചാടി നോക്കിയാലോ? എത്തില്ല എന്നറിഞ്ഞിട്ട് തന്നെയല്ലേ പണ്ട് മുന്തിരിത്തോപ്പിലെ കുറുക്കൻ ചാടിയത്. ഒന്ന് ചുമ്മാ ചാടി നോക്കാം. ഹലോ ഗീതു, എങ്ങനെ മനസ്സിലായിന്നല്ലേ? ഫോട്ടോ കണ്ടിരുന്നു. എന്താ അയാളുടെ പേര്? ആ കല്യാണ ബ്രോക്കറുടെ, ആ വെളുത്ത് നീണ്ട് മണ്ടൻ ലുക്കുള്ള ഒരു ബഫൂൺ, ഗണപതി. പ്രപ്പോസലുമായി അയാൾ ഓഫീസിൽ വന്നിരുന്നു. 10ൽ 10 പൊരുത്തം ഉണ്ടെന്ന് പറഞ്ഞ് ദിനവും എന്നെ ഒന്ന് ശല്യം ചെയ്യും. കമ്മീഷനാണ് അയാൾക്ക് ആവശ്യം. എക്സിക്യൂട്ടീവ് പോസ്റ്റ് ആയതുകൊണ്ട് ഗ്രേഡ് നോക്കി വില പേശാലോ. സത്യത്തിൽ ഈ ബ്രോക്കർ ത്രൂ ഉള്ള മാരേജിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. പ്രത്യേകിച്ച് ഈ ഗണപതിയോ ഇഡിയറ്റാണ് അവൻ. അതുകൊണ്ട് ഗീതുട്ടിയെ നേരിൽ കണ്ട് സമ്മതം മൂളണമെന്ന് എനിക്കൊരു വാശി. ഇതാ നിമിത്തം പോലെ ഇപ്പൊ കണ്ടു. ഇനി ഒരു സത്യം പറയാനോ, എന്താണെന്നറിയില്ല, ഗീതുട്ടി എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഏറ്റില്ല. മുന്തിരിത്തോപ്പിലെ കുറുക്കം പോലും പലവട്ടം ചാടിയിട്ടല്ലേ തിരിച്ചു പോയത്. ഒന്നുകൂടി ചാടി നോക്കിയാലോ? സത്യം പറഞ്ഞ ഫോട്ടോയിൽ കണ്ട രൂപം എനിക്ക് ഇഷ്ടമായില്ല. ഒരുമാതിരി കുടിവെള്ളം നിറച്ചു വെച്ച പ്ലാസ്റ്റിക് പാവ പോലെ. പക്ഷെ നേരിട്ട് കണ്ടപ്പോ ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ചും മുഖത്തെ ഈ കോപം, കാട്ടുചോലയിലെ തെളിനീര് മാതിരി. താങ്ക്സ്. ഇതൊക്കെ ഒറിജിനലാണോടോ? ഞാനെല്ലാം ഉണ്ടാക്കിയത്. വെറുതെ ഇരിക്കുമ്പോ ഉണ്ടാക്കാൻ ശ്രമിക്കേ. ഇതൊക്കെ വെറുതെ ഇരിക്കുമ്പോ ശരിക്കും തുടച്ചു വെച്ചോ. അതെന്റെ പണിയല്ല. അപ്പനെ വിളിച്ചോണ്ടോ? 2 പാക്കറ്റ് പാല്. 2 പാക്കറ്റ് പാല് കൊടുത്തേ. കൊടുക്കാൻ പോയല്ലേ? എന്താ കുട്ടിക്ക് പാല് കിട്ടിയില്ലേ? അല്ല, 100 രൂപയാണോ തന്നത് എന്നൊരു സംശയം. ഈ കുട്ടി 2 പാക്കറ്റ് പാലിന്റെ പൈസ അല്ലെന്നുള്ളൂ. അതെ. ഓ ബടായ നക്കറേ വാലെ. അല്ല, എന്തുട്ടാ കുട്ടി പറഞ്ഞേ? ചക്കരയുള്ള പാലാന്ന്. അയ്യോ, കുറെ നേരം സ്റ്റൗവിന്റെ അടുത്ത് നിന്ന് കരിയണു. കുറച്ചേരം ഇവിടെ റെസ്റ്റ് എടുത്തോളൂ. ഞാൻ ഇവിടെ നിൽക്കടാ. വരാ എന്നടാ. ബ്യൂട്ടിഫുൾ. ഹലോ, ഒടുവിൽ ടൂത്ത് ബ്രഷ് വാങ്ങാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? നല്ല കാര്യം. 2-3 ദിവസമായി മെനക്കെട്ട് നടക്കുന്നു. മനോഹരമായി ഈ ചുണ്ടിൽ നിന്നും ഇഷ്ടമാണെന്നൊരു വാക്ക് കേൾക്കാൻ. അത് പൂവാലൻ തന്നെ. പരവശനായി വന്ന് ഒരു ഗ്ലാസ് കുടിവെള്ളം ചോദിച്ചാൽ ദാഹിക്കുമ്പോഴല്ലേ അത് കൊടുക്കേണ്ടത്? കുടിക്കാൻ ചോദിച്ചത് പിന്നെ കുളിക്കാൻ കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അതുപോലെയാണ് പ്രേമത്തിന്റെയും കാര്യം. ദാഹിച്ചു വലഞ്ഞവന് പളങ്ക് പാത്രത്തിൽ കിട്ടുന്ന കുടിനീര്, അതാണ് ഈ ചുണ്ടിൽ നിന്നും മറുപടി രൂപത്തിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത്. അല്ല, എന്തെങ്കിലും ഒന്ന് സംസാരിച്ചൂടെ? സംസാരിക്കുന്നതിന് നികുതിയൊന്നും കൊടുക്കണ്ട.
പലരും ശ്രദ്ധിക്കുന്നുണ്ട്, ചളവാവും. പതുക്കെ പറ, ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. എന്താ എന്താ സർ, സംസാരിക്കാൻ വയ്യാതെ ചേച്ചോടികൾ എന്തൊക്കെയോ ചോദിക്കുന്നു. ടൈം കോപ്പിട്ടോട്ട് കാര്യമായില്ല, കുറച്ചൊക്കെ മനുഷ്യത്വം വേണം. ആ ഒരു ഊമപ്പെട്ടുട്ടോ ഇത്. അയ്യോ ബ്രദേഴ്സ്, ഇവൾ ഊമയല്ല, എനിക്കറിയാവുന്നതാണ്. എന്നെ വിശ്വസിക്കണം. വിശ്വസിക്കരുത്, ഇതിവളുടെ അഭിനയമാണ്. ഇവൾ ഊമയല്ല. മലമ്പനി പിടിച്ച് വയ്യാണ്ടായതാ. 7 വർഷം എന്റെ ചേച്ചി സംസാരിച്ചിട്ട്. പച്ചക്കള്ളം. ഈദുന്നായി കുട്ടിയുടെ പേര്. ഹിന്ദിയും മലയാളവും ഒക്കെ നല്ല മണി മണി പോലെ സംസാരിക്കും. സംശയം ഉണ്ടെങ്കിൽ വനിതാ പോലീസിനെ വിളിച്ച് പരിശോധിക്കാം. അപ്പൊ അറിയാം. ഞാൻ പറയുന്നത് സത്യമാണ്, എന്നെ വിശ്വസിക്ക്. പോലീസാ? എന്റെ വിശ്വാസം വരുന്നില്ലേ സാറേ? സാറിനെ കളിയാക്കണ് ഇവൻ തന്നെ പൂവാലൻ. പെമ്പിള്ളാരെ ശല്യം ചെയ്യുന്നോ കേരള വണ്ടിയില്? ഓഹോ, അപ്പൊ അത്രയിടം വരെയായല്ലേ? സർ, ഞാൻ ഗസറ്റഡ് റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. എങ്കിലും ആ ഉദ്യോഗത്തിന്റെ പദവി നോക്കാതെ ഞാൻ കീഴടങ്ങാം. 1 മിനിറ്റ് എനിക്ക് തരണം. എന്റെ സഹോദരി സഹോദരന്മാരോടായി ഒരു സത്യം ഞാൻ ഇനി തുറന്നു പറയാം. ശരിയാണ്, ഈ കുട്ടി ഊമയാണ്. അതിലുപരി എന്റെ ഭാര്യ ഊമയാണെന്നറിഞ്ഞിട്ടും വീട്ടുകാരെ ധിക്കരിച്ച് ഞാൻ ഇവളെ കല്യാണം കഴിച്ചു. ഒടുവിൽ ഇവൾ പ്രസവിച്ചു. പിറന്നു വീണ കുഞ്ഞ് ഊമയാണെന്നറിഞ്ഞിട്ട് എന്നെയും കുഞ്ഞിനെയും ഇവൾ ഉപേക്ഷിച്ചു. എങ്കിലും എന്റെ ഗീതുട്ടിയില്ലാത്ത ജീവിതം എനിക്ക് ചിന്തിക്കാൻ കൂടി വയ്യ. അഥവാ ഞാൻ ലോക്കപ്പ് മരണത്തിന് ഇരയായാൽ എന്റെ കോടിക്കണക്കിനുള്ള സ്വത്തുക്കളുടെ അവകാശി ഗീതുട്ടി തന്നെ ആയിരിക്കും. അതിന് മാറ്റമില്ല. എന്നെ അറസ്റ്റ് ചെയ്യൂ സാർ, പ്ലീസ്. ഇയാൾ പറഞ്ഞതൊക്കെ സത്യമാണോ? ഊമയാണ്, സംസാരിക്കില്ല. പോകാം. ഡാഡി മുത്തശ്ശനും അറിഞ്ഞ പിന്നെ അത് മതി. ഹലോ. ആ, ഞാൻ തന്നെ ലോക്കപ്പിലായിരുന്നു. ഇപ്പൊ ജാമ്യത്തിലിറങ്ങി. ലോക്കപ്പിൽ വെച്ച് ഞാനൊരു തീരുമാനത്തിലെത്തി. ഇനി തന്നെ സ്വന്തമാക്കിയേ അടങ്ങുള്ളൂ. പോലീസല്ല, പട്ടാളത്തെ അണിനിരത്തിയാലും ഞാൻ നേരിടും. Because you are so dear and near to my heart. I love you. ഗതിയില്ലാത്ത ഒരു അഗതിയാണ് ഈ മുടൻ തന്നെ. റോഡ് ക്രോസ് ചെയ്യാൻ ഒന്ന് സഹായിക്കണം പ്ലീസ്. ഊമയ്ക്ക് മുടന്തൻ കൂട്ട് നല്ല ചേർച്ചയല്ലേ? കുതറല്ലേ കുതറല്ലേ. കുതറിയാൽ ഞാൻ മറിഞ്ഞടിച്ച് താഴെ വീഴും. ട്രാഫിക് ബ്ലോക്ക് ആവും. ഒരു പാവം മുടന്തനെ ഒരുമ്പെട്ട ഒരു പെണ്ണ് തള്ളി താഴെ ഇട്ടെന്ന് ഞാൻ വിളിച്ചു പോവും. മുടന്തന്റെ ഭാഗത്തെ നാട്ടുകാർ നിൽക്കും. എങ്ങനെയുണ്ട്? വേഷം കെട്ടാൻ ഞാനും അത്ര പുറകിലല്ല. പക്ഷെ എന്ത് ചെയ്യാൻ, ആണിന്റെ ജന്മമായി പോയില്ലേ. പിശാചുക്കൾ പല രൂപത്തിലും എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ ഇനി പല കോലത്തിലും എന്നെ പ്രതീക്ഷിക്കും. യു ഹാവ് ബ്യൂട്ടിഫുൾ ഐസ്. ഐ ലവ് യുവർ ഐസ്. സോ ഐ ലവ് യു. ധൈര്യമായി ഐ ടു ലവ് യു എന്ന് പറഞ്ഞോളൂ. ഓ, ബ്രെഡ് മറന്നു. ദേ നിൽക്കുന്ന ഫോണും അരയിൽ കെട്ടിയ ഒരു കങ്കാരു. മുടന്തനാണെങ്കിൽ എന്തൊരു രൂപസാദൃശ്യം, ഇരട്ടകളെ പോലെ. ആരാന്നൊന്ന് പോയി ഓ, ഹലോ, ഗുഡ് മോർണിംഗ്. ആരാടാ ബ്രോക്കർ? വെക്കടാ ഫോൺ. ബ്രോക്കർ ബ്രോക്കർ. അയ്യോ, പോയല്ലോ. നിർത്ത്. ചാടിച്ചാവൻ വേറെ ഒരു വാഹനം കണ്ടില്ലേ? ഇയാൾ എന്താ ധരിച്ചിരിക്കുന്നേ? ആരാന്നാ വിചാരം? അതെ, ബോംബെ ഗുണ്ടായസത്തിനൊന്നും ഞാനില്ല. എനിക്കൊന്ന് ഇഷ്ടമാണെന്ന് ഞാനൊന്ന് പറഞ്ഞു. അതിനെനിക്ക് ഇഷ്ടം പോലെ കിട്ടുകയും ചെയ്തു. ഇനി എന്നെ കൊണ്ട് തല്ലുകൊള്ളാൻ വയ്യ. ഒന്ന് മറിക്കാം. ഇല്ല, ഈ വൃത്തിയായിട്ട മോന്ത നോക്കി എനിക്ക് രണ്ടെണ്ണം പറയാനുണ്ട്. എങ്കിൽ തന്നെ അറിയും.
ആഹാ हाँ, എന്നാലും ഒന്ന് കാണാലോ ആ. ये बिना पूंछ वाला बंदर मुझे बहुत पसंद है ഒരുമാതിരി മറ്റേ ഭാഷ പറഞ്ഞ ആളെ കളിയാക്കരുത് കേട്ടോ. ധൈര്യമുണ്ട് മലയാളത്തിൽ പറയും. പൊളിച്ച രണ്ടെണ്ണം ഞാനും പറയാം. മലയാളത്തിൽ പറയാം. ഇയാൾ എന്താ ചെയ്യാൻ നോക്കട്ടെ. ബാലില്ലാത്ത ഈ കൊരങ്ങിനെ എനിക്ക് ഇഷ്ടം. ആ